ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ 36ഓളം റാഫേൽ യുദ്ധവിമാന കരാറാണ് ഉള്ളത്. ആദ്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങാനായിട്ട് രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ മറ്റുള്ളവരും തിരഞ്ഞെടുത്ത ദിവസം എന്ന് പറയുന്നത് വിജയദശമി ദിനവും വായുസേനാ ദിനവും ഒത്തുവരുന്ന ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച തന്നെ രാജ്നാഥ് സിംഗും കൂട്ടരും ഫ്രാൻസിലെത്തുകയും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ആദ്യ റാഫേൽ യുദ്ധവിമാനം രാജ്നാഥ് സിംഗ് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഏറ്റുവാങ്ങിയ ഉടൻ തന്നെ രാജ്നാഥ് സിംഗ് ചില കാര്യങ്ങൾ ചെയ്തു. ആ കാര്യങ്ങളാണ് വിവാദമായി മാറിയത്. അതായത് ഹൈന്ദവ ആചാരപ്രകാരം ടയറിനടിയിൽ നാരങ്ങ വെക്കുകയും വിമാനത്തിന് മുകളിൽ തേങ്ങ വെക്കുകയും അതോടൊപ്പം വിമാനത്തിൽ രാജ്നാഥ് സിംഗ് ഓം എന്ന് എഴുതുകയും ചെയ്തു. ഇതൊരു ഹൈന്ദവ ആചാരമാണ്. എന്തുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത്? വസ്തുതാപരമായിട്ടുള്ള ഉത്തരം നൽകാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് ശേഷം ഇതുവരെ ഒരു ഇഫ്താർ വിരുന്നിലോ ക്രിസ്മസ് ആഘോഷങ്ങളിലോ പങ്കെടുത്തിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നിന്ന് നരേന്ദ്രമോദി വിട്ടുനിൽക്കുകയും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് മോദി പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതിനപ്പുറം പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാഷ്ട്രപതി ഭവനിൽ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രപതിയും ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ രാംനാഥ് കോവിന്ദ് അധികാരത്തിലേറിയതിനു ശേഷം ഇഫ്താർ വിരുന്നോ ക്രിസ്മസ് ആഘോഷമോ സംഘടിപ്പിക്കാത്തതിൻ്റെ കാരണമറിഞ്ഞപ്പോൾ അതിന് രാഷ്ട്രപതിയുടെ ഓഫീസ് വിശദീകരണം നൽകിയത് ഇങ്ങനെയാണ്: സർക്കാർ ചിലവിൽ മതാചാര പ്രകാരമുള്ള ഒരു ചടങ്ങുകളും ഒരു ആഘോഷങ്ങളും സർക്കാർ ചിലവിൽ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. നല്ല കാര്യം തന്നെയാണ്. ഒരു മതത്തിൻ്റെയും ആഘോഷം സർക്കാർ ചിലവിൽ നടത്താൻ പാടില്ല. അത് തന്നെയാണ് ഇന്ത്യൻ ജനത പറയുന്നുള്ളത്. അതൊക്കെ ഓരോ മതത്തിന് വിട്ടുകൊടുക്കുക. സർക്കാർ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള മതാചാര പ്രകാരമുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക. എന്നാൽ ഇഫ്താർ വിരുന്നിനോടും ക്രിസ്മസ് ആഘോഷത്തിനോടും നോ പറഞ്ഞ BJPയും ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എന്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് ചെയ്ത ഹൈന്ദവ ആചാരപ്രകാരമുള്ള യുദ്ധവിമാനം ഏറ്റുവാങ്ങിയ കാര്യം അത് ശരിയല്ല എന്ന് പറയാൻ മുന്നോട്ട് വരാത്തത്? സർക്കാർ ചിലവിൽ ഒരു തരത്തിലും ഒരു മതത്തിൻ്റെയും ആചാരപ്രകാരം ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ രാഷ്ട്രപതിയുടെ ഓഫീസും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരാത്തത്? അവിടെയാണ് വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരുന്ന സമയത്ത് പ്രണബ് മുഖർജി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. ആ വിരുന്നിലേക്ക് BJPയുടെ മന്ത്രിമാരെയും മറ്റുള്ളവരെയും ഒക്കെ ക്ഷണിച്ചപ്പോൾ ഇവരാരും അതിൽ പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഹൈന്ദവ ആചാരപ്രകാരം രാജ്നാഥ് സിംഗ് റാഫേൽ യുദ്ധവിമാനം ഏറ്റുവാങ്ങിയത് തെറ്റല്ലേ? അതിൻ്റെയൊക്കെ അപ്പുറത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, എല്ലായിടത്തും ആയുധങ്ങൾ വെച്ച് പൂജ നടത്തിയിട്ടില്ലേ? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ? ഒരു മതത്തിന് മാത്രം പ്രസക്തി നൽകുന്നത് വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. സംശയം വേണ്ട. അതിലൊക്കെ നിങ്ങൾ വ്യക്തമായ രാഷ്ട്രീയം കാണുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിൽ ഇഫ്താർ വിരുന്നില്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇഫ്താർ വിരുന്നില്ല, ഇഫ്താർ വിരുന്നിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല. പക്ഷേ ഹൈന്ദവാചാരം പ്രകാരം ഒരു യുദ്ധവിമാനം വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൂടാ? ഇതുകൊണ്ടാണ് റാഫേൽ യുദ്ധവിമാനം രാജ്നാഥ് സിംഗ് ഹൈന്ദവ ആചാരപ്രകാരം ഏറ്റുവാങ്ങിയത് വിവാദമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.